അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം വലിയ കഷ്ടത്തിലാകുന്നു എന്നാണ് അമേരിക്കയിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൊബേൽ സമ്മാനം നേടാനുള്ള തൻ്റെ ആഗ്രഹം ആവർത്തിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിദഗ്ധരുടെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ട്രംപിന് നൊബേൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്കാണ് നൊബേൽ സമ്മാനം നൽകുന്നത്. ട്രംപ് പലതവണ നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ നൊബേൽ സമ്മാനത്തെ അമേരിക്കയുടെ ബഹുമാനവുമായി അദ്ദേഹം ബന്ധപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ 8 ദിവസത്തിനിടെ ഈ വിഷയം നിരവധി തവണ ഉന്നയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനത്തിന് പിന്നിലെ കാരണം ഒക്ടോബർ 10 ഈ അവാർഡ് ഒക്ടോബർ 10 പ്രഖ്യാപിക്കും. ട്രംപിന് നൊബേൽ സമ്മാനം ലഭിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. നോർവീജിയൻ തലസ്ഥാനമായിട്ടുള്ള ഓസ്ലോയിൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും ഭിന്നിപ്പിക്കുന്ന രീതികളും ഈ നൊബേൽ സമ്മാനം നേടാനുള്ള സാധ്യത കുറയ്ക്കുന്നുവെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ട്രംപ് പലപ്പോഴും നൊബേൽ സമ്മാനത്തിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചരിത്രകാരൻ ഓവിന്ദ് സ്റ്റെയ്നേഴ്സൺ പറഞ്ഞു. 6 അല്ലെങ്കിൽ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതായി ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായം നേരെ വിപരീതമാണ്. സമാധാനം സ്ഥാപിക്കുന്നതിൽ വിജയത്തിന്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിനുണ്ടോ എന്ന് നൊബേൽ കമ്മിറ്റി വിലയിരുത്തുമെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് കരീം ഹാഗാഗ് പറഞ്ഞു. സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് സ്ഥാനാർത്ഥിത്വം സമർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് അർഹതയുണ്ടെന്നും ഇപ്പോൾ പറയപ്പെടുന്നു. ട്രംപ് അവാർഡിനെ അമേരിക്കയുടെ ബഹുമതിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ അവാർഡ് എനിക്ക് ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് ലഭിക്കുന്ന അവാർഡായിട്ടാണ് ട്രംപ് പറയുന്നത്. തീവ്രദേശീയത ആളിക്കത്തിക്കാനുള്ള ട്രംപിന്റെ ശ്രമം പോലും നടക്കുന്നില്ല. അതിനിടയിൽ അമേരിക്ക ഇപ്പോൾ വലിയ ഭരണസ്തംഭനം നേരിടുന്നു എന്നുള്ളതും ട്രംപിനെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വിഷയമാണ്. ഭരണസ്തംഭനം ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഗതി തന്നെ അവതാളത്തിലാകുമെന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ ട്രംപിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. നൊബേൽ സമ്മാനം വിടൂ, ആദ്യം അമേരിക്കയുടെ ഭരണം സുസ്ഥിരമായി ഒന്ന് നടത്തി കാണിക്കൂ എന്നാണ് ട്രംപിനോട് പല ആൾക്കാരും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.